ചപ്പാത്തിക്കും എന്തിനും സൈഡ് ഡിഷായിട്ട് കൂട്ടാവുന്ന ഒരു കുറുമ പോലത്തെ ഒരു കറിയാണ്. മൊത്തം നല്ല വൈറ്റമിൻസ് ഉള്ളതാണ്, നാച്ചുറൽ തിങ്സ് ആണ്. അപ്പം ഈ ഒരു കറി എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം. 2 കറി പൗഡറാണ് ഇതിന് മിക്സ് ചെയ്യുന്നത്. നമസ്കാരം. ഇന്ന് നമുക്ക് എല്ലാ ഡിഷിൻ്റെയും കൂടെ യൂസ് ചെയ്യാവുന്ന ഒരു കറിയുടെ വീഡിയോ ആണ്. അപ്പോൾ ആ കറി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല വയറിന് ഡൈജഷൻ ഉണ്ടാവും, ഗ്യാസ് ഉണ്ടാവില്ല. അപ്പം ഗ്യാസ് ഉണ്ടാകാതെ ഡൈജഷൻ വന്നാൽ തന്നെ നമ്മുടെ വയറ് ഒതുങ്ങി നമ്മൾ നല്ല ഷേപ്പായിട്ടിരിക്കാനും നല്ല കൂളായിട്ടിരിക്കാനും നമ്മളെ നീളത്തിൽ അരിഞ്ഞെടുത്തു. അതിലോട്ട് പച്ചമുളക് നീളത്തിൽ, പിന്നെ സബോള ഇച്ചിരി കട്ടി കൂട്ടി അരിയുക. ഇതിൽ നമ്മൾ ഉപ്പ്, വിനാഗിരി ചേർക്കണം, മഞ്ഞൾപ്പൊടി. പക്ഷേ വിനാഗിരി ചേർത്താണെങ്കിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് നല്ല എളുപ്പം കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കുക. വെണ്ടയ്ക്ക നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ തലയും വാലും കളഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിലാണ് ഇതെടുക്കേണ്ടത്. എന്നാലേ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. ഇത് വറുത്ത് കോരി എടുക്കാനുള്ളതാണ്. അപ്പം നമുക്കിങ്ങനെ നീളത്തിൽ കരിയത് മൂത്ത വെണ്ടയ്ക്കയാണ്, അത് കൊള്ളത്തില്ല. അപ്പോൾ എല്ലാ വെണ്ടയ്ക്കയും നമുക്കിങ്ങനെ നീളത്തിൽ ഒരു പാകത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. ഇളക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് പെരണ്ടിങ് വരുമ്പോൾ ഒരുപാട് നേരം വെക്കുകയൊന്നും വേണ്ട. ഉപ്പ് കല്ലും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർക്കുന്നു. ഇനി നമുക്കിത് വറക്കാനായിട്ട് വെക്കണം. വറക്കാൻ വെക്കുമ്പം വെളിച്ചെണ്ണ തന്നെയാണെങ്കിൽ നമുക്കത് ഒരുപാട് എണ്ണ ഇത് എടുക്കും. അപ്പം ഒന്നെങ്കിൽ സൺഫ്ലവറും വെളിച്ചെണ്ണയുടെ മിക്സ് ചെയ്ത് ഒഴിക്കുക, അല്ലെ പാം ഓയിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അതാകുമ്പോൾ ഒരുപാട് നമ്മുടെ കഷ്ണത്തിൽ പിടിക്കില്ല. എന്നിട്ട് കുറച്ചിങ്ങനെ ഇട്ടിട്ട് നമ്മളിത് വറുത്ത് കോരിയെടുക്കണം. അപ്പോഴത്തേനും ബാക്കി കഷ്ണങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ സമയം പോകാതിരിക്കാനാണ് ആദ്യം കുറച്ച് കാര്യം ചെയ്തിട്ട് അടുത്ത കാര്യം റെഡിയാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ചെനച്ച മാങ്ങയും തക്കാളിയും പുളിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക അരപ്പാണ് ചേർക്കുന്നത്. നമുക്ക് ചോറിന്, ചപ്പാത്തിക്ക്, പിന്നെ ബ്രെഡിനോ എന്തിനു വേണേലും. ഇപ്പോൾ നമ്മൾ ഒരു നേരത്തെ ഫുഡ്, നമ്മളെല്ലാം ഹെൽത്തി ഫുഡാണ് കഴിക്കേണ്ടത്. അപ്പം വെയിറ്റ് കൂടാതിരിക്കാനും നല്ല വൈറ്റമിൻസ് ഉള്ള കറികളാണ് ഇനി ചെറിയതായിട്ട് ഇടുന്നത്. അപ്പോൾ മാങ്ങ ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണമാക്കി എടുക്കുക. ഏകദേശം ആ വെണ്ടയ്ക്കയുടെ ഒരു രീതിയിൽ. മാങ്ങയും തക്കാളിയും ഇങ്ങനെ ഒരുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് സാമ്പാർ പൊടിയും പെപ്പർ ചിക്കൻ മസാലയാണ്. കുറച്ചെണ്ണം മതി നമുക്ക്. അതിലോട്ട് ആദ്യം പൊടികൾ, പെപ്പർ ചിക്കൻ നമുക്ക് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതൊരു വെറൈറ്റി കറിയാണ്. പിന്നെ നമുക്ക് ഇടുന്നത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. പെപ്പർ 1/2, സാമ്പാർ പൊടി 1. മുളകൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് ആദ്യം എണ്ണയിലൊന്ന് വഴറ്റുക. മൂത്ത് വരുമ്പോൾ നമ്മൾ മാങ്ങയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് വേണ്ട ഉപ്പ് മാത്രം ഇടുക. എന്നുവെച്ചാൽ വെണ്ടയ്ക്ക നമ്മൾ ഉപ്പിട്ടാണ് വറുത്തേക്കണത്. ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ഈ മണ്ണിൻ്റെ അടുപ്പ് വെച്ച് മൂടുന്നത് എന്നാന്ന് വെച്ചാൽ അതിൽ വെള്ളം പെട്ടെന്ന് പറ്റിപ്പോകാതെ അത് വേകാനുള്ള ഒരു സഹായം ഉണ്ടാവും. നമുക്ക് വേറെ അടുപ്പിലേക്കാളും വെള്ളം പിടിച്ചിരുത്താൻ മണ്ണിന് കഴിവുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് വെള്ളം വേണ്ട കറിയല്ല. 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് ഒരുപാട് വേഗണ്ട. ഇതിന് നമ്മൾ ചെനച്ച മാങ്ങയാണ് ഇച്ചിരി കൂടെ നല്ലത്. പിന്നെ പച്ചമാങ്ങ ഇട്ടാൽ പുളി കളഞ്ഞിട്ടിടാൻ നോക്കുക. പച്ചമാങ്ങ ഇടുമ്പം പിന്നെ നമ്മൾ പുളി ചേർക്കണ്ട. ഇനി വറുത്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഇപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിനൊന്ന് പിഴിഞ്ഞെടുത്ത് ഇതിലോട്ട് ഒഴിക്കുക. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഗ്രേവിയും കൂടെ ആക്കാം. കുറുമയൊക്കെ ഇത് കൂട്ടുന്ന പോലത്തെ ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയാണ്, വൈറ്റമിൻസ് ആണ്. താങ്ക് യു.